സോ നത്തിങ്ങിന്റെ CMF എന്ന് പറഞ്ഞ സബ് ബ്രാൻഡിനകത്ത് ബഡ്ജറ്റ് റേഞ്ചിൽ നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്ട്സുകളാണ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനതുപോലെ CMF എന്ന ബ്രാൻഡ് പുതിയതായിട്ട് ഒരു ഫോണും കൂടെ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഇന്ന് നമ്മൾ ചെക്കൗട്ട് ചെയ്യാൻ പോകുന്ന ഒരു സ്മാർട്ട് ഫോണിന്റെ ഡീറ്റെയിൽസ് ആൻഡ് ഫീച്ചേഴ്സ് ആണ്. സോ ഫസ്റ്റ് ആയിട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേ ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ 6.67 ഇഞ്ചസിന്റെ OLED പാനലാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും അതുപോലെ ഒരു യൂണിഫോം ബസൽസ് ആണ് ഈ ഒരു ഡിസ്പ്ലേക്കകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതിനതുപോലെ ഇപ്പോഴത്തെ റെൻഡേഴ്സ് അനുസരിച്ച് 800 നിറ്റ്സോ അതല്ലെങ്കിൽ ഒരു 1000 നിറ്റ്സോ ഇതിനകത്ത് ബ്രൈറ്റ്നസ് വരാനുള്ള ചാൻസസ് ഹൈ ആണ്. ഓവറോൾ ഡിസ്പ്ലേ വൈസ് നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു പ്രീമിയം ക്വാളിറ്റി ഉള്ള ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. സോ നെക്സ്റ്റ് ആയിട്ട് ഈ സ്മാർട്ട് ഫോണിന്റെ ക്യാമറ ഡിപ്പാർട്ട്മെന്റ് നോക്കുന്നതിന് മുമ്പായിട്ട് ഇതുപോലത്തെ കിടിലൻ ടെക് വീഡിയോസിന് വേണ്ടി ഇപ്പൊ തന്നെ മസ്റ്റ് ബി സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഡുവൽ 50 മെഗാ പിക്സലിന്റെ ലെൻസസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. മെയിൻ ആയിട്ട് 50 മെഗാ പിക്സലിന്റെ പ്രൈമറി ലെൻസ്, ലാസ്റ്റ് ആയിട്ട് 50 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് ലെൻസ്. ഇപ്പോഴത്തെ റെൻഡേഴ്സ് ആൻഡ് റൂമേഴ്സ് അനുസരിച്ച് 4K 30 FPS 1080p 30 അല്ലെങ്കിൽ 60 FPS വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിനതുപോലെ തന്നെ 50x അല്ലെങ്കിൽ 20x മാക്സിമം സൂമും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനതുപോലെ സെൽഫി ക്യാമിലേക്ക് നോക്കുവാണെങ്കിൽ 16 മെഗാ പിക്സലിന്റെ സെൽഫി ലെൻസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ലെൻസ് യൂസ് ചെയ്തുകൊണ്ട് 1080p 60 FPS വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിനതുപോലെ ഓട്ടോ ഫോക്കസ് ഫീച്ചേഴ്സ് ഒക്കെ ഇതിനകത്ത് അവൈലബിൾ ആണ്. സോ നെക്സ്റ്റ് ആയിട്ട് CMF ഫോൺ 1ന്റെ ബാറ്ററി ബാക്കപ്പ് ചെക്ക് ചെയ്യുവാണെങ്കിൽ 5000 mAh ബാറ്ററി ബാക്കപ്പ് ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. അതിനതുപോലെ 33 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് വയർലെസ് ചാർജിങ്ങോ അല്ലെങ്കിൽ റിവേഴ്സ് വയർലെസ് ചാർജിങ്ങോ ഒന്നും തന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല. സോ നെക്സ്റ്റ് ആയിട്ട് ഈ സ്മാർട്ട് ഫോണിന്റെ സോഫ്റ്റ്വെയർ ആൻഡ് ചിപ്സെറ്റ് നോക്കുവാണെങ്കിൽ ലീക്സ് അനുസരിച്ച് MediaTekന്റെ Dimensity 7300 ചിപ്സെറ്റ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. അതിനതുപോലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള Android 14 വരാനുള്ള ചാൻസസും ഹൈ ആണ്. അതുപോലെ തന്നെ OS ആയിട്ട് വരാൻ പോകുന്നത് നമ്മുടെ നത്തിങ്ങിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള നത്തിങ്ങിന്റെ OS 2.6 തന്നെയാണ്. നത്തിങ്ങിന്റെ OS ആയതുകൊണ്ട് പറയേണ്ട കാര്യമില്ല, അത്യാവശ്യം നല്ല നീറ്റ് ആയിട്ടുള്ള നല്ല ക്ലീൻ ആയിട്ടുള്ള ബ്ലോട്ട്വേഴ്സ് ഇല്ലാത്തൊരു OS തന്നെയാണത്. അതിനതുപോലെ LPDDR4Xന്റെ റാം ടൈപ്പും UFS 2.2ന്റെ സ്റ്റോറേജ് ടൈപ്പുമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് യൂസ് ചെയ്യാൻ പോകുന്നത്. CMF ഫോൺ 1ന്റെ പ്രത്യേകത നോക്കുവാണെങ്കിൽ എടുത്തു പറയേണ്ട കാര്യമാണ് ലീക്കേഴ്സിൽ പറഞ്ഞിട്ടുള്ളത്. ബോട്ടം ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്കൊരു സ്ക്രൂ സെറ്റപ്പ് അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ ഇത് നമുക്ക് ബാറ്ററി റിമൂവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനോ അല്ലെങ്കിൽ ബാക്ക് പാനൽ ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷനോ ആയിരിക്കും. അതിനതുപോലെ ബോട്ടം റൈറ്റ് കോർണറിലായിട്ട് റൊട്ടേറ്റിംഗ് ഡയൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതൊന്നെങ്കിൽ CMF ബഡ്സിലുള്ള പോലെ നോർമൽ ആയിട്ടുള്ള ഒരു ഡയലോ അതല്ലെങ്കിൽ വോളിയം ഇൻക്രീസ് ചെയ്യാനുള്ള ഫംഗ്ഷൻസ് ആക്ടിവേറ്റ് ഉള്ള ഒരു ബട്ടൺസോ ആയിരിക്കാം. സോ നെക്സ്റ്റ് ആയിട്ട് ഇതൊരു 5G എനേബിൾ ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ തന്നെയാണ്. പക്ഷേ NFC-യോ അതല്ലെങ്കിൽ മെമ്മറി എക്സ്പാൻഷനോ ഈ ഒരു ഫോണിനകത്ത് അവൈലബിൾ അല്ല. അതിനതുപോലെ തന്നെ നത്തിങ്ങിലുള്ള പോലെ ലൈറ്റോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. സോ നെക്സ്റ്റ് ആയിട്ട് കളേഴ്സ് ആൻഡ് അവൈലബിലിറ്റി നോക്കുവാണെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് 4 കളേഴ്സിലാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അതിനതുപോലെ സ്റ്റോറേജ് വൈസ് നോക്കുവാണെങ്കിൽ 128 to 256 വരെ മാക്സിമം നമുക്ക് സ്റ്റോറേജ് ലഭിക്കത്തുള്ളൂ. റാം സൈഡ് നോക്കുവാണെങ്കിൽ 6GB മാത്രമാണുള്ളത്. പ്രൈസ് വൈസ് നോക്കുവാണെങ്കിൽ ഇപ്പോഴത്തെ ലീക്കേഴ്സ് അനുസരിച്ച് 16,000 രൂപയ്ക്കും 21K ഉള്ളിലായിരിക്കും ഇതിന്റെ പ്രൈസ് റേഞ്ച് വരാൻ പോകുന്നത്. സോ ഫൈനലായിട്ട് നോക്കുവാണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള സ്പെസിഫിക്കേഷൻ എല്ലാം തന്നെ ഒരു 99% കൺഫേംഡ് ആണ്. ഇത് സ്പെക്ക് വെച്ചിട്ടുള്ള ഫോണാണ് ലോഞ്ച് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വെച്ച് നോക്കുവാണെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ തന്നെയായിരിക്കും. സോ ഫൈനലി അതൊക്കെയാണ് CMF ഫോൺ 1ന്റെ ഡീറ്റെയിൽസ് ആൻഡ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സോ ഇതിൽ വെച്ച ടെക് വീഡിയോസ് ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം.